കോൺഗ്രസ് അല്ലാതെ ഇന്ത്യ സഖ്യത്തിൽ ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം ആരുമില്ല. അത് സത്യമാണ്. 20% വോട്ട് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യ മുന്നണിയിൽ. ഇന്ത്യ മുന്നണിയിൽ അത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. ശശി തരൂരിൻ്റെ കാര്യം തന്നെ അറിയാമല്ലോ. ശശി തരൂർ എന്തുകൊണ്ട് വിമർശപ്പെടുന്നു, എന്തുകൊണ്ട് പുറത്തു പോകുന്നു, എന്തുകൊണ്ട് വെപ്രാളം അടിക്കുന്നു, എന്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് പാർട്ടിയെ ദോഷം വരുത്തുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് വേണ്ട സ്റ്റാച്ചറിൽ പൊക്കിയില്ല. ജവഹർലാൽ നെഹ്റുവിനെ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്ത പോലെ, ഇന്ദിരാഗാന്ധിയെ ലീഡർ അക്സെപ്റ്റ് ചെയ്ത പോലെ, രാജീവ് ഗാന്ധിയെ പോലും അക്സെപ്റ്റ് ചെയ്ത പോലെ രാഹുൽ ഗാന്ധിക്ക് അക്സെപ്റ്റൻസ് ഇല്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് വോട്ട് നേടുന്നതിനുള്ള ഒരു കഴിവില്ല. ഞാനതാ പറഞ്ഞത്, ഇന്ത്യ മുന്നണിയിൽ ഭാരതീയ നേതാവില്ല. മനസ്സിലായോ? ഭാരതത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ത്യ മുന്നണിയിലില്ല. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ബീഹാറിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാവുകയാണോ? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ചോദ്യം ചെയ്യപ്പെടുകയാണോ? പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ്. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മുന്നണിക്കുള്ളിൽ തർക്കങ്ങൾ രൂക്ഷമാകുന്നു. ഇനി മറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരതിനെ നയിക്കും? എല്ലാ പാർട്ടികളും ആരെ അംഗീകരിക്കും നേതാവായി? ഏതെങ്കിലും ഒരാൾ വേണമല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ രാഹുൽ ഗാന്ധി എന്നുള്ളൊരു പേര് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം 100 അടുക്കുകയാണ് തോൽവികളുടെ എണ്ണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അതെ, സെഞ്ചുറി അടിച്ചിരിക്കുകയാണ് പരാജയങ്ങളുടെ എണ്ണത്തിൽ. സെഞ്ചുറിയോട് അടുക്കുകയാണ്. ഇനി 5 കൂടെ അടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും സെഞ്ചുറി ആയി കഴിയും. അത് വലിയൊരു ദയനീയമായ അവസ്ഥയാണ്. ഇന്ത്യയെ പോലൊരു രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിന് തീർച്ചയായിട്ടും ഒരു വിന്നിങ് പവർ വേണം. ഇപ്പോൾ നമ്മൾ ഈ കളിയിലൊക്കെ പറയില്ലേ, കില്ലിങ് പവർ എന്ന്. എതിരാളിക്ക് ഇയാളൊരു ശക്തനാണെന്ന് തോന്നണം, ഒരു പോരാളിയാണെന്ന് തോന്നണം. അപ്പോൾ ഈ ബോക്സിങ്ങിലൊക്കെ അങ്ങനെയാണല്ലോ, കില്ലിംഗ് പവറുള്ള ബോക്സിംഗ് അല്ല, എല്ലാ കളിയിലും. നമ്മൾ ക്രിക്കറ്റിലാണെങ്കിൽ ബോളും കൊണ്ട് വരുമ്പം ബാറ്റ്സ്മാൻ ഒന്ന് കിടുങ്ങണം, ഇയാൾ എങ്ങനെ എറിയും എന്നൊരു സംശയം. പക്ഷേ അത്തരത്തിലൊരു സംഗതി പൊളിറ്റിക്സിലും ആവശ്യമാണ്. അത്തരത്തിലൊരു കാര്യം രാഹുൽ ഗാന്ധിക്ക് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിനൊരു വിന്നിങ് പവറും ഇല്ല, ഒരു കില്ലിംഗ് പവറും ഇല്ല. കില്ലിംഗ് പവർ എന്ന് വെച്ചാൽ കൊല്ലുക എന്നുള്ള അർത്ഥമല്ല ഞാൻ പറഞ്ഞു. എതിരാളിയെ ഒന്ന് പതറിക്കാൻ ഉള്ള ഒരു ശക്തി. ആ ശക്തി ഇല്ലാത്ത ആർക്കും ഗെയിമിലായാലും പൊളിറ്റിക്സിലായാലും വാറിലായാലും ഒരിക്കലും എതിരാളിയെ കീഴടക്കാൻ കഴിയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം, ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു പാൻ ഇന്ത്യ ഒരു ഔട്ട്ലുക്കും പാൻ ഇന്ത്യ അക്സെപ്റ്റൻസും ഉള്ള ഒരു ലീഡർ ഇല്ലെങ്കിൽ ആ ലീഡറിന് ഒരിക്കലും അദ്ദേഹം അങ്ങനത്തെ ഒരു ലീഡർ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇന്ത്യയുടെ നേതാവാകാൻ പറ്റില്ല, ഒരു ഭാരതീയ നേതാവാകാൻ പറ്റില്ല. അതായത് ഇന്ത്യ മുന്നണിക്കുള്ള പ്രശ്നം, ഇന്ത്യ മുന്നണിയിൽ ഒരു ഭാരതീയ നേതാവില്ല എന്നുള്ളതാണ്. അതായത് അങ്ങ് പറയുന്ന ഉദ്ദേശിക്കുന്നത് ഇതാണോ? അതായത് രാഹുൽ ഗാന്ധിക്ക് നോക്കുമ്പോൾ എല്ലായിടത്തും അക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, പല സ്ഥലത്തും തോൽവി നേരിടുന്നു. മറ്റേതെങ്കിലും നേതാവ് നോക്കുകയാണെങ്കിൽ അതാത് സംസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ, ഇതാണോ ഉദ്ദേശിച്ചത്? അതായത് പോപ്പുലാരിറ്റി ഉണ്ട്. നമുക്ക് പോപ്പുലാരിറ്റി വേറെ, ലീഡർഷിപ്പ് അക്സെപ്റ്റൻസ് വേറെ. ഇപ്പോൾ പോപ്പുലാരിറ്റി, രാഹുൽ ഗാന്ധി എവിടെ വന്നാലും ആൾ ശ്രദ്ധിക്കും. രാഹുൽ ഗാന്ധി എവിടെ വന്നാലും ഒരു വാർത്തയുണ്ട്, ഒന്നെങ്കിൽ കുളത്തിച്ചാടും, അല്ലെങ്കിൽ ചായ കുടിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അദ്ദേഹം ഒരു സിനിമാ താരത്തിൻ്റെ കൂട്ട് അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ കൂട്ട് ചില ഒരു അട്രാക്ഷനുണ്ട്. ആ അട്രാക്ഷൻ അത് കുടുംബപരമായിട്ടും കൂടെ വന്നതാണ്. കാരണം ഈ രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന പോലെ ആ ഒരു പാരമ്പര്യം നെഹ്റുവിൻ്റെ പാരമ്പര്യത്തിൽ, ഇന്ദിരയുടെ പാരമ്പര്യത്തിൽ, രാജീവിൻ്റെ പാരമ്പര്യത്തിൽ വന്നതുകൊണ്ട് ഒരു രാജാവിൻ്റെ മകനുള്ള ഒരു ഗ്ലാമറുണ്ട്, ഒരു അക്സെപ്റ്റൻസ് ഉണ്ട്. അക്സെപ്റ്റൻസ് അല്ല, ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. പക്ഷേ ആ പോപ്പുലാരിറ്റിയെ ഒരു പൊളിറ്റീഷ്യൻ ആണെങ്കിൽ അദ്ദേഹത്തിനൊരു അക്സെപ്റ്റൻസ് വേണം, അദ്ദേഹത്തിന് എതിരാളി ഭയക്കണം. ഏത് ലീഡറെ നോക്കൂ, നിങ്ങൾ ഏത് ലീഡറെ നോക്കൂ, കെ കരുണാകരനെ എടുത്താലും, നമ്മൾ ഇപ്പോഴത്തെ പിണറായി വിജയനെ എടുത്താലും, DMKയുടെ സ്റ്റാലിനെ എടുത്താലും, ഏത് ചെറിയ ലീഡറായാലും വലിയ ലീഡർ, അയാൾക്കൊരു എതിരാളിയെ നേരിടുമ്പോൾ ആ ആളൊന്ന് പതറണം, ഇയാൾ വരുന്നത് സൂക്ഷിക്കണം. ആ ഒരു ഇത് അദ്ദേഹത്തിനില്ല.
പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ സാർ, ഇപ്പോൾ ഈ ഒരു പാൻ ഇന്ത്യ പാർട്ടി എന്ന് പറയാൻ ഈ കോൺഗ്രസ് അല്ലാതെ ഇന്ത്യ സഖ്യത്തിൽ ആരുണ്ട് എന്നുള്ളൊരു ചോദ്യം ആരുമില്ല. അത് സത്യമാണ്. 20% വോട്ട് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു പാർട്ടി കോൺഗ്രസ് മാത്രമേ ഉള്ളൂ ഈ ഇന്ത്യ മുന്നണിയിൽ. അത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അതിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന്, ആ പാർട്ടിക്ക് വിന്നബിലിറ്റി, ഓക്കെ, ആ ലീഡറിന് വിന്നബിലിറ്റി. ഈ രണ്ട് കാര്യങ്ങൾ വേണം. രണ്ടിലും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പരാജയപ്പെട്ടു പോയി. പഴയ പ്രതാപത്തിൻ്റെ നിഴലിൽ മാത്രമാണ് നിൽക്കുന്നത്. അതെ, പഴയ പ്രതാപത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നതിൻ്റെ കാരണം പണ്ട് ഒറ്റയാൻ പോരാട്ടത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ചുകൂടെ മിടുക്കരായിരുന്നു. ഇപ്പം നെഹ്റുവിൻ്റെ ഇതെടുത്താൽ നെഹ്റു എവിടെ ചെന്നാലും വന്നു കണ്ടു കീഴടക്കിയാണ്. അതുകൂടാതെ ഇന്നലെയും അതുപോലെയായിരുന്നു, വന്നു കണ്ടു കീഴടക്കി. പക്ഷേ അന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓക്കെ, അവർക്കൊപ്പം, അതായത് നെഹ്റുവിനൊപ്പം ആരായിരുന്നു എന്നുള്ളതും പ്രസക്തമാണ്. അല്ല, അത് വളരെ പ്രസക്തം. അതാണ് ഇന്ദിരയ്ക്കൊപ്പം ആരായിരുന്നു എന്നുള്ളതും വലിയ കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ ലീഡറിൻ്റെ ഒരു പ്രത്യേകത. ആ ലീഡറിൻ്റെ കീഴിൽ ഓരോ സ്ഥലത്ത് ഓരോ കമാൻഡർമാർ കാണും. അപ്പം നമ്മൾ ആർമി പോലെയാണ്. ഒരു ആർമിക്ക് ഒരു ജനറൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്യില്ല. അതിന് ഓരോ വിഭാഗത്തിനും ഓരോ ആൾക്കാരെ, കാലാളിനെ നയിക്കാൻ ഒരാളുണ്ട്, പീരങ്കിപ്പട നയിക്കാൻ വേറൊരാൾ കാണും, ഓഫീസിലിരുന്ന് കമാൻഡുകൾ വിടാൻ വേറൊരാൾ കാണും. ഇങ്ങനെ ഈ തരത്തിൽ ഒരു വാർ ടീമിനെ നമ്മൾ എങ്ങനെ സജ്ജീകരിക്കുന്നു അതുപോലെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ടീമിനെ സജ്ജീകരിക്കുന്നത്. പിന്നെ നമുക്ക് നരേന്ദ്രമോദി, അമിത്ഷായെ നോക്കാമല്ലോ. അതെ അതെ, അവർ തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതിനോടൊപ്പം അവർ ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേക ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീഹാറിലെ ഇലക്ഷൻ്റെ കമാൻഡർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ധർമ്മേന്ദ്ര പ്രധാനായിരുന്നു. ഇവർ രണ്ടുപേരും സൂപ്പർ കമാൻഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ജനറൽസ് ആയിട്ട് നിന്നതേ ഉള്ളൂ, അമിത്ഷായും നരേന്ദ്രമോദിയും. അവിടെ ഫീൽഡിൽ വിട്ടുകൊടുത്തത് ധർമ്മേന്ദ്ര പ്രധാനെയാണ്. അദ്ദേഹമാണ് 243 മണ്ഡലത്തിൽ എങ്ങനെ കളിക്കണം, ആരെയൊക്കെ നിർത്തണം, എവിടെയൊക്കെ ഏതൊക്കെ കരുക്കൾ നീക്കണം, ചെറിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനെ തകർക്കാൻ എന്ത് ചെയ്യണം, വലിയ പ്രശ്നം വന്നാൽ അതിനെ തകർക്കാൻ എന്ത് ചെയ്യണം, അത് കറക്റ്റായിട്ട് പോയി എന്നുള്ളതാണ്. അത് അവിടെ മാത്രമല്ല, ഏത് സംസ്ഥാനം എടുത്താലും, ഇപ്പോൾ മഹാരാഷ്ട്രയിലെടുത്താലും ഹരിയാനയിലെടുത്താലും ഒക്കെ അവർക്ക് അങ്ങനത്തെ ഒരു ടീമുണ്ട്, ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരാളിനെ അവിടെ കണ്ടുവയ്ക്കും. അത് ഇല്ലായ്മയാണ് കോൺഗ്രസിൻ്റെ പരാജയം. ആളില്ലാഞ്ഞിട്ടല്ല, ആളിനെ എൻഗേജ് ചെയ്യാക്കാത്തതുകൊണ്ട്. ഓക്കെ, അതായത് പല സ്ഥലത്തും ഉണ്ട്, പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. ഇപ്പം ബീഹാറിൽ തന്നെ നമ്മുടെ കനയ്യകുമാർ എന്ന് പറഞ്ഞൊരു നേതാവിനെ ഇവർ എത്രയോ നാളുകൾക്ക് മുമ്പേ CPI-ക്കാരിൽ നിന്ന് അടിച്ചുകൊണ്ട് വന്നു അല്ലേ. എന്നിട്ട് ആ ആളിനെ ഉപയോഗിച്ചോ? ഇപ്പം നമ്മൾ ജൻസ്വരാജ് പാർട്ടിയുടെ പ്രശാന്ത് കിഷോറിൻ്റെ കാര്യം നോക്കാം. 3 വർഷം മുമ്പേ ഒരു ബേസും ഇല്ലാത്ത ഒരാൾ 3 വർഷം മുമ്പേ അവിടെ പോയി പയറ്റുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് എത്ര കിട്ടി? 5% വോട്ടാണ്. അതെ. പക്ഷേ കോൺഗ്രസ്സിന് അതേസമയം 8-9% വോട്ട് ഉണ്ട് അവിടെ. ആ വോട്ടിനോടൊപ്പം ഒരു 5 വർഷം കനയ്യകുമാറിനെ പോലൊരു ലീഡറെ അവിടെ നിർത്തി പയറ്റുകയും ഇടയ്ക്കിടയ്ക്ക് രാഹുൽ ഗാന്ധി പോയി ആ പയറ്റിന് ഞാനാണ് നിൻ്റെ സൂപ്പർ നേതാവ് എന്നുള്ള രീതിയിൽ അയാൾക്കൊരു കറേജ് കൊടുക്കുകയും വേണ്ട രീതിയിൽ, ഇപ്പോൾ കാസ്റ്റാണ് ഇവരെ എടുത്ത വിഷയം, കാസ്റ്റ് സെൻസസും മറ്റു വിഷയങ്ങളും എടുത്താണ് ബീഹാറിൽ കളിച്ചത്. ആ വിഷയം എടുക്കാനായിട്ട് കനയ്യകുമാറിനെ വിട്ടുകൊടുക്കണമായിരുന്നു. അതിന് കഴിഞ്ഞില്ല. രാജേഷ് കുമാർ എന്ന് പറയുന്ന PCC പ്രസിഡന്റ് തന്നെ ഒരു ദളിതനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പോലും ആ ദളിതൻ്റെ ഒരു ഇമേജ് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ പണ്ടത്തെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ ജഗ്ജീവൻ റാമിനെ പോലുള്ള ദളിത് നേതാക്കളുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ മല്ലികാർജ്ജുന ഖാർഗെ പറഞ്ഞാലും അദ്ദേഹത്തിന് ദളിതുകളെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ് എന്നുള്ളതൊരു പ്രസക്തമായ കാര്യമായിരിക്കും. അതായത് ഈ ഓരോ പ്രദേശത്തെയും കഴിവുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവരാൻ അവർ ശ്രമിച്ചില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തില്ല. പകരം എല്ലാ ശ്രദ്ധയും പോയത് രാഹുൽ ഗാന്ധിയെ വളർത്തുക, രാഹുൽ ഗാന്ധിയെ മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു ഇതിലേക്കാണെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധിയെ മെച്ചപ്പെടുത്തുക, അതിനിടയ്ക്ക് പ്രിയങ്കയും കൂടെ കൊണ്ടുവരിക, അതിനിടയ്ക്ക് വധരെ പറ്റുമെങ്കിൽ അദ്ദേഹത്തിനെ കൂടെ കൊണ്ടുവരിക. ഈ രീതിയിൽ വന്നപ്പം പാർട്ടിയുടെ ഫോക്കസ് പോയി. ഇവരെ ഹൈലൈറ്റിൽ നിർത്താൻ വേണ്ടിയിട്ട് മിടുക്കന്മാരെ താഴ്ത്തുന്ന അവസ്ഥ. ഞാൻ മുമ്പേ പറഞ്ഞതാണ്, രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് വന്നിരുന്നെങ്കിൽ എന്ത് ഗുണമായിരുന്നു. അതുപോലെ തന്നെ മധ്യപ്രദേശിൽ കമൽനാഥിന് പകരം ജ്യോതിരാദിത്യ സിന്ധ്യ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പിണങ്ങി പോകേണ്ട അവസ്ഥ വന്നില്ലേ. ജ്യോതിരാദിത്യ സിന്ധ്യ അന്ന് മുഖ്യമന്ത്രിയാക്കേണ്ടതായിരുന്നു. കമൽനാഥിനെ സ്ഥാനത്ത് ജ്യോതിരാദിത്യ സിന്ധ്യയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നത് അദ്ദേഹം അവിടെ നിന്ന് വാണേനെ. അതെ. ബീഹാറിൽ ഇതുപോലെ തന്നെ കനയ്യകുമാറിനെ ഒരു 5 വർഷം അവിടെ ഇട്ട് പയറ്റേണ്ടതായിരുന്നു. ഡൽഹി ഇലക്ഷൻ തോറ്റു, ഡൽഹിയിൽ നിന്ന് കൊണ്ട് നിർത്തി തോറ്റു. അപ്പോൾ ഉടൻ തന്നെ ഇങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യണ്ടേ. ഇവിടെ നിങ്ങൾ ഒരു വർഷമെങ്കിൽ 2024 കഴിഞ്ഞിട്ട് 1 വർഷമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങളൊരു പയറ്റാൻ പറഞ്ഞ് നിന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇത് ഓരോ സംസ്ഥാനത്തെടുത്താലും നമുക്കറിയാം. അവിടെ ഒരു ലീഡർ നല്ലതുണ്ടെങ്കിൽ അയാളെ വെട്ടുക. ഇത് കോൺഗ്രസിൻ്റെ ഒരു സ്ഥിരം ശീലമായി വന്നു.
അതിന് കാരണം ഈ കൊറ്റാരി എന്ന് നമ്മൾ പറയുന്നില്ലേ, അതായത് ഒരു ലീഡർ, അയാൾക്ക് ചുറ്റും കുറച്ച് പേരിങ്ങനെ കൂടി നിൽക്കുന്ന സംവിധാനം. ഇപ്പോൾ ആരാണോ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നത് അയാളേക്കാൾ ഏറ്റവും ടോപ്പിൽ വരുന്നത് പുറമേ അല്ല, ഇയാളുടെ ശിങ്കിടിയായിട്ട് ഒരാളെ വെക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി. ആ ജനറൽ സെക്രട്ടറിക്കും മേളെ ഒരാൾ വരാൻ സമ്മതിക്കില്ല. ഇപ്പോൾ കെ സി വേണുഗോപാലാണോ ഏറ്റവും ഉത്തമനായ ജനറൽ സെക്രട്ടറി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തിന് മേളിൽ ഒരാൾ വരാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ കഴിവിനേക്കാൾ മികച്ചവരവിടെ ഉണ്ട്. നോർത്ത് ഇന്ത്യയിൽ പലരെയും കയ്യിലെടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന നേതാക്കളുണ്ട്. ആ നേതാവിന് പൊങ്ങി വരാൻ പറ്റുന്നില്ല. നമ്മൾ ശശി തരൂരിൻ്റെ കാര്യം തന്നെ അറിയാമല്ലോ. ശശി തരൂർ എന്തുകൊണ്ട് വിമർശപ്പെടുന്നു, എന്തുകൊണ്ട് പുറത്തു പോകുന്നു, എന്തുകൊണ്ട് വെപ്രാളം അടിക്കുന്നു, എന്തുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നു, എന്തുകൊണ്ട് പാർട്ടിയെ ദോഷം വരുത്തുന്നു. അതിന് കാരണം അദ്ദേഹത്തിന് വേണ്ട സ്റ്റാച്ചറിൽ പൊക്കിയില്ല. ഉയർത്തിക്കൊണ്ടുവരേണ്ട സമയത്ത് ഉയർത്തിക്കൊണ്ടുവന്നില്ല. അദ്ദേഹത്തിൻ്റെ നാവിൻ്റെയും ബുദ്ധിയുടെയും ശക്തി വേണ്ട രീതിയിൽ കോൺഗ്രസ് ഉപയോഗിച്ചില്ല. ശരിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലേക്ക് നമ്മളിനി വരുമ്പോഴും പറ്റുന്ന പ്രശ്നം. നമ്മൾ ഇന്ത്യ മുന്നണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. നമ്മളിപ്പോൾ ഈ ജനസംഖ്യയിൽ ഇന്ത്യയിൽ 4ാമത് നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ ഒന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UP, മഹാരാഷ്ട്ര, ബംഗാൾ, ബീഹാർ. അപ്പോൾ ഈ 4 സംസ്ഥാനങ്ങളുടെയും കാര്യമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 54 കോടി ജനങ്ങളുണ്ട്. അതെ. 1228 സീറ്റുകളാണ് ഇപ്പോൾ അവിടുത്തെ സഭകൾ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആകെയുള്ളത്. അവിടെ കോൺഗ്രസ്സിനുള്ളത് ഈ 4 സംസ്ഥാനങ്ങൾ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള 4 സംസ്ഥാനങ്ങളിൽ 24 സീറ്റ് മാത്രമാണുള്ളത് കോൺഗ്രസ്സിന് ജയിക്കാനായിട്ടുള്ളത്. ബീഹാറിൽ 6. അപ്പോൾ 2%. തീർച്ചയായും ആ പാർട്ടിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരണം എന്ന് അവർ ശഠിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞത്. ജവഹർലാൽ നെഹ്റുവിനെ ലീഡറായിട്ട് അക്സെപ്റ്റ് ചെയ്ത പോലെ, ഇന്ദിരാഗാന്ധിയെ ലീഡർ അക്സെപ്റ്റ് ചെയ്ത പോലെ, രാജീവ് ഗാന്ധിയെ പോലും അക്സെപ്റ്റ് ചെയ്ത പോലെ രാഹുൽ ഗാന്ധിക്ക് അക്സെപ്റ്റൻസ് ഇല്ല. അതിൻ്റെ കാരണം അദ്ദേഹത്തിന് വോട്ട് നേടുന്നതിനുള്ള ഒരു കഴിവില്ല. ഒരു ക്യാപ്റ്റൻ അത് വേണമല്ലോ. ഒരാളെ ക്യാപ്റ്റനാക്കിയാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൂടെ നിൽക്കുന്നവരെ നമുക്ക് വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സ്ഥിരതയില്ല. അത് വളരെ പ്രധാനമാണ്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്സിൽ നല്ല നമ്മുടെ നിത്യജീവിതത്തിൽ പോലും, ഒരു തൊഴിലിനായ പോലും ഉണ്ട്. ഇപ്പോൾ ഒരു ജേർണലിസ്റ്റാണ് അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ്, സ്ഥിരം വരില്ലെന്ന് പറഞ്ഞാൽ തീർന്നു. ഒരു വക്കീലാണ്, സ്ഥിരം ഓഫീസ് വരില്ല. ഒരു ഡോക്ടറാണ്, നമ്മൾ വരുമ്പോൾ ചിലപ്പം ഇന്ന് അടച്ചിട്ടിരിക്കുകയും പിന്നെ അയാളുടെ ആരും പോവില്ല. ഈ കണ്ടിന്യൂറ്റി ഒരു വലിയ പ്രശ്നമാണ്. കണ്ടിന്യൂറ്റി ഏറ്റവും വലുതായിട്ട് വേണ്ടത് പൊളിറ്റിക്സിലാണ്. 24/7 ആണ് ഇന്നത്തെ പ്രധാന രാഷ്ട്രീയക്കാരുടെ ഒരു ശൈലി. ഇതിപ്പോൾ BJPക്ക് കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് BJPക്ക് ബദലായി ഉയരാൻ ശ്രമിക്കുമ്പോൾ പലയിടത്തും തകർന്നു പോകുന്നതല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്. പണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പല കഴിവുള്ളവരുമുണ്ടായിട്ടും, അതായത് ഐ എം നോട്ട് ഒരു കാരണവശാലും ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയെ താഴ്ത്തി കെട്ടുന്നതല്ല, പക്ഷേ പൊളിറ്റിക്കലി അദ്ദേഹത്തെക്കാൾ കൂടുതൽ അഗ്രസീവായിട്ടുള്ള, കൂടുതൽ ഷ്രൂഡായിട്ടുള്ള, തന്ത്രജ്ഞന്മാരായിട്ടുള്ള പൊളിറ്റീഷ്യൻസ് കോൺഗ്രസ്സിലുണ്ടായിരുന്നു. പ്രണബ് മുഖർജി ഉണ്ടായിരുന്നു, അതുപോലുള്ള നേതാക്കളുണ്ടായിരുന്നു. എന്നിട്ടും മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി കൊണ്ടുവന്നു. ബിക്കോസ് സോണിയാഗാന്ധിക്ക് നിയന്ത്രിക്കണമായിരുന്നു ഭരണം. അതുപോലെ അല്ലേ ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയും കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെ തലപ്പത്ത് വെച്ചത്? അവർക്ക് കൃത്യമായി നിയന്ത്രിക്കണം. കാരണം ആ ഒരു കീ പോസ്റ്റിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന നമ്മൾ ഇതുവരെ കേട്ടില്ല. അവിടെ തരൂർ വന്നാൽ പോലും പിന്നെ ഇദ്ദേഹം ഡിമ്മായി പോകും. അതുകൊണ്ടാണ് ആ പ്രശ്നം. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഇപ്പം നമ്മളിപ്പോൾ സോണിയ വെച്ച് തുടങ്ങിയതല്ല. ഇത് ഇന്ദിരയുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്യേണ്ടിയിരുന്നു? അപ്പോൾ തന്നെ നരസിംഹറാവുവിനെയോ പ്രണബ് മുഖർജിയോ പ്രധാനമന്ത്രി ആക്കേണ്ടതായിരുന്നു. അന്ന് തന്നെ 84 തന്നെ. കാരണം എന്ന് വെച്ചാൽ 84 ഇന്ദിരാഗാന്ധിയുടെ മരണം കാരണം 415 സീറ്റാണ് അവർക്ക് കിട്ടിയത്. അത് കഴിഞ്ഞ് 5 വർഷത്തെ ഭരണം കഴിഞ്ഞ് 89 ഇലക്ഷനിൽ രാജീവ് ഗാന്ധിക്ക് കിട്ടിയത് വെറും 179 സീറ്റാണ്. എത്ര വലിയ പതനമാണെന്ന് നോക്കൂ. ഭൂരിപക്ഷം പോലും എത്താൻ കഴിഞ്ഞില്ല. തമ്പിങ് മെജോറിറ്റി ഇന്ത്യയിൽ നേടിയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി നേടിയതിൽ ഏറ്റവും വലിയ മെജോറിറ്റിയാണ് 415 എന്ന് പറയുന്നത്. അതിൽ നിന്ന് 179 അദ്ദേഹം കൂപ്പുകുത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നെ എല്ലാ കാലഘട്ടങ്ങളിലും അദ്ദേഹത്തിന് വന്നിട്ടുള്ളത് ഇതുപോലത്തെ പരാജയമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം വന്നപ്പോഴാണ് 244 വോട്ട് കിട്ടിയത്. അത് ആദ്യത്തെ സെഷനിൽ ഒന്നും കിട്ടിയില്ല. രാജീവ് ഗാന്ധിയുടെ ചോര വീണപ്പോഴാണ്
പിന്നീട് രണ്ടാം ഘട്ടത്തിലെ ഇലക്ഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്ത് 244 മറ്റോ എത്തിയത്. അതുകൊണ്ടാണ് നരസിംഹറാവുവിന് പിന്നെ ഏച്ചുകെട്ടിയ ഒരു മന്ത്രിസഭ 270 എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി തേച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഓക്കെ. അദ്ദേഹം അതുകൊണ്ട് 96 വരെ പോയി. 96 ആയപ്പോൾ വീണ്ടും പ്രശ്നം കയോസായി. അപ്പോഴും പിന്നെ പ്രതിപക്ഷത്തു നിന്ന് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അന്ന് ഈ 91 നിന്ന് 96 യാത്രക്കിടയിൽ അത്ര മോശമായിരുന്നില്ല നരസിംഹറാവു. പക്ഷേ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെ കൊച്ചാക്കി, അദ്ദേഹത്തിനെ വലുതാക്കുന്നതിന് പകരം അദ്ദേഹത്തിനെ കൊച്ചാക്കി. അവിടെയാണ് ഈ പ്രശ്നം. ഇപ്പോഴും പാർട്ടിയിൽ നടക്കുന്ന പ്രശ്നം അതാണ്. രാഹുൽ ഗാന്ധിയെ വലുതാക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൊച്ചാക്കും. ഈ പെർഫൂസ്റ്റസിൻ്റെ കഥ പറഞ്ഞ പോലെ കട്ടിലിനൊത്ത കാല് അല്ലെങ്കിൽ തല ഏതാണ് അരിയേണ്ടത് അരിഞ്ഞു കളയും. അപ്പോൾ പിന്നെ എന്ത് പറ്റും? ചിലരൊക്കെ ഇറങ്ങി ഓടിക്കളയും. അങ്ങനെയാണ് ജ്യോതിരാദിത്യ സിന്ധ്യയും ആസാമിൽ മുഖ്യമന്ത്രി ഒക്കെ ഓടാൻ കാര്യം അതാണ്. മമതാ ബാനർജി പോയത് അങ്ങനെയാണല്ലോ, ശരത് പവാർ പോയത് അങ്ങനെയാണല്ലോ. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? യെസ്. ഇതെല്ലാം ഇന്ന് പ്രതിപക്ഷത്ത് നിൽക്കുന്നതിൽ പല വീരന്മാരും കോൺഗ്രസ്സുകാരായിരുന്നു. അവർ ഓടാൻ കാര്യം എന്താണ്? അവിടെ അവർക്ക് നിൽക്കാൻ ഇടമില്ലെങ്കിൽ ഓടിക്കളയും. എക്സാക്ട്ലി ആണ് പ്രശ്നം. കാരണം അവരെ ട്രീറ്റ് ചെയ്യണത് ആ ഒരു ഇപ്പോൾ തന്നെ എനിക്കൊന്ന് നമ്മൾ തന്നെ സംസാരിച്ചതാണ്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ അപ്രോച്ച് വളരെ തെറ്റായിരുന്നു എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. പക്ഷേ എന്നിട്ടും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. വോട്ട് ചോരിയാണ് പ്രശ്നം എന്ന് പറഞ്ഞ് പിന്നെ നിൽക്കുക, അതല്ലേ പ്രശ്നം. അല്ല, ഞാൻ ചോദിക്കട്ടെ സാറേ, ഈ ബീഹാറിൽ കോൺഗ്രസിന് വലിയ ബേസ് ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. കോൺഗ്രസിന് ബേസ് ഉണ്ട്, പക്ഷേ ആ ബേസിനെ ഒന്ന് ഉണർത്തിയെടുക്കാൻ ഒരു സാധിക്കുന്നില്ല. ബേസ് ഇല്ലാത്തടത്ത്, അതാണ് ഞാൻ പറഞ്ഞത്, പ്രശാന്ത് കിഷോർ ഒരു ബേസും ഇല്ലാതെ ഒരു വ്യക്തി മാത്രമാണ് പ്രശാന്ത് കിഷോർ. അവിടെ വന്ന് 3 വർഷം കിടന്ന് പിന്നെ പയറ്റി 5.5% വോട്ടുണ്ടാക്കി. ഈ കോൺഗ്രസിന് കിട്ടിയ 8% എന്ന് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അത് JDUവിൻ്റെ RJD വോട്ടും കൂടെ ചേർത്തിട്ടാണ്. ശരിയാണ്. ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഇതുമല്ല ദയനീയത. ചിലപ്പം പ്രശാന്ത് കിഷോറിനേക്കാൾ താഴെ പോയാന്. അവിടെയാണ് അവസ്ഥ. അല്ല, എന്നിട്ടും അവിടുത്തെ എൻ്റെ ചോദ്യം ഇതാണ്, കോൺഗ്രസിൻ്റെ അപ്രോച്ച് ഓക്കെ, എല്ലാ മേഖലകളിലും അവർക്ക് സഖ്യകക്ഷികളുണ്ട്. ആ സഖ്യകക്ഷികളെ അവർ ശരിയായ രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബീഹാറിൽ ഞാൻ ചോദിക്കാൻ കാര്യം, ബീഹാറിൽ RJDയെ അവർ ആദ്യം കൊച്ചാക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടന്നില്ലേ എന്ന്. തീർച്ചയായിട്ടും നടന്നു. ഇപ്പോൾ അത് സോണിയയുടെ പേരിൽ നടന്നിട്ടുണ്ട്, പലരും അറിയുന്നില്ലെന്നുള്ളൂ. 2004 പിന്നെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥയായിരുന്നു. 141 സീറ്റ് NDAക്ക് കിട്ടി, 181 തോന്നുന്നു, 181 NDAക്ക് കിട്ടി. ഇവർക്ക് 215 മറ്റോ ഉണ്ടായിരുന്നു. എന്നാലും ഭൂരിപക്ഷം ഇല്ലായിരുന്നു. പിന്നെ 59 സീറ്റുള്ള CPM ഇടതുപക്ഷത്തിനെ കൂടെ കൊണ്ടുവന്നു. പിന്നെ BSP SP ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഒരു UPA ഉണ്ടായത്. അതെ. അന്ന് ആ UPA നയിച്ചത് സോണിയാഗാന്ധി ആണെങ്കിലും അതിനെ നയിച്ചത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. അദ്ദേഹത്തിൻ്റെ അപാരമായൊരു കഴിവാണ്. അതെ. ഒരുപക്ഷെ EMSനൊക്കെ നിന്നുകൊണ്ട് അതിൻ്റെ താഴെ പോയതുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിൽ അധികം അറിയാത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ഭഗത് സിംഗിൻ്റെ കൂടെ നടന്ന ആളാണ്. നമ്മളാരും വിചാരിക്കുന്നവരല്ല. ഭഗത് സിംഗിൻ്റെ പാർട്ടിയിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത് 1930. ക്യാൻ യു ഇമാജിൻ? അത് കഴിഞ്ഞാണ് അദ്ദേഹം പിന്നീട് CPMലൊക്കെ വന്നത്, CPIയിൽ വന്നത്. ആദ്യം ആ ഭഗത് സിംഗിൻ്റെ ആവേശത്തിൽ, ഭഗത് സിംഗിൻ്റെ പ്രസ്ഥാനത്തിലാണ് അദ്ദേഹം നിന്നിരുന്നത്. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഹർകിഷൻ സുർജിത്ത്. 24 മണിക്കൂർ പണിയെടുക്കുന്ന ആളാണ്. 2 സബ്ജിയും 2 ജോഡി തുണിയുമാണ്. ഇത് മതി. അതും വെച്ചിട്ട് പിന്നെ നാട് മുഴുവൻ നടന്ന് ആൾക്കാരെ കൂട്ടുന്നതിനും കർഷകരെ കൂട്ടുന്നതിനും, കിസാൻ സഭയുടെയൊക്കെ പിന്നെ ആരംഭകാലത്തെ എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത് കിസാൻ സഭ. ഈ വിധത്തിൽ ഇന്ത്യയിൽ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയ ആളാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത്. അദ്ദേഹം എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ തട്ടിക്കൂട്ടിക്കുമ്പോഴാണ് UPA ഇത്ര ശോഭയിൽ നിന്നത്. അത് കഴിഞ്ഞ് ഈ ലെഫ്റ്റ് പാർട്ടികൾ അവിടെ നിന്ന് വിട്ടപ്പോൾ വിടാൻ സമ്മതിക്കില്ലായിരുന്നു. അത് ലെഫ്റ്റ് പാർട്ടിക്കും കുഴപ്പമുണ്ട്. അമേരിക്കൻ നയം, പിന്നെ കരാർ, പിന്നെ ഓപ്പൺ പോളിസിയൊക്കെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചാടിക്കളഞ്ഞതാണ്. അവരും പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ അവരെ വിടാനും പാടില്ലായിരുന്നു. കാരണം അവരാണ് ഇതിൻ്റെ ശക്തിയായിട്ട് നിന്നത്. പോളിസികൾ ഉണ്ടാക്കിയത് അവരാണ്. നമ്മുടെ ഇന്നത്തെ തൊഴിൽ പദ്ധതി ഉണ്ടല്ലോ, എല്ലാവർക്കും തൊഴിൽ, ആ പദ്ധതിയുടെയൊക്കെ തുടക്കം ഈ ഹർകിഷൻ സുർജിത്തിൻ്റെ ആശയമാണ്. എല്ലാവർക്കും പിന്നെ ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സ്കീമുകൾ, വീട് വയ്ക്കുന്നതിനുള്ള സ്കീമുകൾ, അതൊക്കെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി വളരെ വലുതാക്കി ശരിക്കും പറഞ്ഞാൽ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ സ്കെയിലും അതിൻ്റെ രീതിയും മാറ്റി ഇന്ത്യയിലെ മുഴുവൻ സാധാരണക്കാരനും കിട്ടുന്ന വിധത്തിലേക്ക് മാറ്റി എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഒരു കഴിവ്. ആ UPAയിൽ ആ പദ്ധതികളൊക്കെ ശരിയായിട്ട് തുടങ്ങി വെച്ചിരുന്നതാണ്. അത് ഹർകിഷൻ സുർജിത്തിന് വലിയ കയ്യുമുണ്ട്. പക്ഷേ
അതിനെ വേണ്ട രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ നേതാവിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളെ കൂടെ നിർത്തി കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. സാധിച്ചില്ല. എനിക്കൊന്നു ഇടതുപക്ഷം രണ്ടാം UPA സർക്കാരിൽ ഒപ്പമുണ്ടായിരുന്നു എങ്കിൽ ഇത്രയേറെ അഴിമതിയിലേക്ക് അവർ പോകില്ലായിരുന്നു, നിയന്ത്രണം ഉണ്ടാകുമായിരുന്നു, എന്തെങ്കിലുമൊക്കെ കൺട്രോൾ വന്നേനെ. കാരണം ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു മീറ്റിംഗ് നടക്കും, UPയുടെ ഒരു മീറ്റിംഗ് നടക്കും. അന്ന് CPMന്റെ ലീഡേഴ്സും ഒക്കെ കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. പക്ഷേ CPMലും അന്ന് ആളില്ല. ഹർകിഷൻ സിംഗിന്റെ മരണശേഷം CPMലും ആളില്ലാതായി പോയില്ലേ? അതൊരു പ്രശ്നമാണ്. അതൊരു പ്രശ്നമാണ്. പിന്നെ കഴിവുള്ള ആൾക്കാർ അതിനകത്തും ഇല്ലാതായിപ്പോയി. അതൊരു വലിയ ഗ്യാപ്പാണ്. EMSന്റെയോ ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെയോ സ്റ്റാച്ചറിലുള്ള ഒരു നേതാവ് CPMന്, അല്ലെങ്കിൽ ജ്യോതി ബാസുവിൻ്റെ സ്റ്റാച്ചറിലുള്ള ഒരു നേതാവ് CPMൽ പിന്നെ ഇല്ലാതായിപ്പോയി. അതെ, പ്രകാശ് കാരാട്ട് വന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേയേറെ പ്രവർത്തികൾ സംശയകരമായിട്ട്. അദ്ദേഹം ഒരു അക്കാഡമിഷ്യനാണ്. അദ്ദേഹത്തിന് ടെക്നിക്കലായിട്ടും അല്ലെങ്കിൽ അക്കാഡമിക്കലായിട്ടും കാര്യങ്ങൾ പറയാൻ കഴിയുമെന്നല്ലാതെ അദ്ദേഹത്തിന് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിലേക്ക് അറിയാൻ പറ്റില്ല. പിന്നെയും ഭേദം നമ്മുടെ സീതാറാം യെച്ചൂരിയായിരുന്നു. പക്ഷേ സീതാറാം യെച്ചൂരിയെ വെട്ടിയൊതുക്കി. സീതാറാം യെച്ചൂരിയെ MP ആക്കാതെ നമ്മുടെ ഇവിടുന്ന് ഉള്ള പിന്നെ ഏഴാംകൂലികളെ MP ആക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കഥ. ഇംഗ്ലീഷും മലയാളം അറിഞ്ഞുകൂടാത്ത, ഞാൻ ആ പേര് പറയാത്തതാണ്. ആൾക്കാരെ MP ആക്കി. അവിടെ കൊടുക്കേണ്ടിയിരുന്ന ആരാണ്? സീതാറാം യെച്ചൂരിയല്ലേ. അദ്ദേഹത്തിന് MP സ്ഥാനം കളഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രകാശ് കാരാട്ടിന് അല്ലെങ്കിൽ വൃന്ദ കാരാട്ടിന് ഒരു MP സ്ഥാനം കൊടുക്കായിരുന്നില്ലേ? ഈ ഏഴാംകൂലികൾ പിന്നെ പാർലമെൻറ്റിൽ പോയിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറയുന്നതിനേക്കാൾ ഇവർക്കൊക്കെ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. നരേന്ദ്രമോദിയോടും അമിത്ഷായോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ സഭയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉള്ള അതിനെ കോരിത്തെരിപ്പിക്കാനുള്ളൊരു കഴിവുണ്ടായിരുന്നില്ലേ? അവരെ പുറകിൽ നിർത്തിയിട്ട് ഏഴാംകൂലികളെ മുന്നിൽ വിട്ടു. അതാണ് CPMന് വന്ന ഇന്നത്തെ പതനത്തിന് കാരണം. അതൊക്കെ ഹർകിഷൻ സിംഗ് സുർജിത്തിന് ശേഷം വന്ന പതനങ്ങളാണ്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒപ്പം തന്നെ CPMന്റെ പതനത്തെക്കുറിച്ചും അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. അല്ല, ഇത് എല്ലാ പാർട്ടികളിലും വന്ന പതനങ്ങളാണ് ഇതൊക്കെ. അതെ, അത് എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തെ. അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിവുള്ള നേതാക്കളില്ലാത്തത് ഏറ്റവും വലിയ പ്രശ്നമാണ്. കഴിവുള്ള നേതാക്കൾ ഇല്ലാതെ വരുമ്പോൾ മറ്റു പാർട്ടികളിൽ അതൊരു ആവേശമാവുകയാണ്. നേതാക്കൾ ഇല്ലാതില്ല. 150 കോടി ജനങ്ങളിൽ നമുക്ക് നല്ല ക്രിക്കറ്റ് താരങ്ങളെ കിട്ടൂലേ? ഇപ്പം കിട്ടിയത് എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോഴത്തെ ക്രിക്കറ്റ് ബോർഡ് അതിനു വേണ്ടി തയ്യാറാക്കി റൂറലിൽ പോയി വരെ പിള്ളേരെ പിടിച്ചുകൊണ്ട് വരികയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനെയൊക്കെ നമ്മൾ തോൽപ്പിക്കാൻ പറ്റുന്നത്. ഒളിമ്പിക്സിന് അടുത്ത ഇതിന് നല്ല ടീമിനെ വേണമെന്ന് വിചാരിച്ച് ഇപ്പോഴേ പ്രവർത്തനങ്ങൾ പലരും നടത്തുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടാകും. ഇതേപോലെയാണ് BJP റൂറലിൽ നിന്ന്, കാട്ടിൽ നിന്നൊക്കെ അല്ലേ ആളെ പിടിച്ചുകൊണ്ട് വരുന്നത്, നേതാവാക്കുന്നത്, ട്രൈബലിൻ്റെ ആളിനെ. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരിക്കുന്ന ആൾ ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വന്ന ആളെന്ന് പറയുമ്പം അവർക്കുണ്ടാകുന്ന ഒരു മതിപ്പ്, അവർക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് വേറെയാണ്. ഇതിനു മുമ്പ് രാംനാഥ് കോവിന്ദ് ആയിരുന്നപ്പോഴും അതുപോലെ തന്നെ പിന്നോക്കക്കാരിൽ ഒരാൾ. പിന്നെ നരേന്ദ്രമോദി ആരാണ്? ഞാനും പിന്നോക്കക്കാരനാണ് എന്ന് പറയാനുള്ള ആ ഒരു സ്റ്റാറ്റസ് അദ്ദേഹത്തിനുണ്ട്. അത്രയ്ക്ക് ഡൗൺ ട്രോഡനായിട്ട് വളർന്നു വന്ന ആളാണ്. അപ്പോൾ ഇന്ത്യയിൽ നേതാവില്ലാഞ്ഞിട്ടല്ല, എല്ലാ നേതാവാണെങ്കിൽ അവനെ വെട്ടും. അത് പല പ്രതിപക്ഷ പാർട്ടികൾക്കും പറ്റുന്ന കുഴപ്പമാണ്. എനിക്കൊന്ന് BJP യുവനിരകളെ വളർത്തിക്കൊണ്ടുവരും, നർച്ചർ ചെയ്യുന്നു. മറ്റു പാർട്ടികൾ അത് വെട്ടിക്കളയുന്നു. വെട്ടിക്കളഞ്ഞാൽ മിടുക്കനെ നഷ്ടപ്പെട്ടു പോകും. അവസാനത്തെ വെട്ടുന്ന തല ശശി തരൂരിൻ്റെ ആണെന്നുള്ളതാണ് കഷ്ടം. തീർച്ചയായിട്ടും. അല്ല, ശശി തരൂർ അങ്ങ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ശശി തരൂരിനുള്ള അക്സെപ്റ്റൻസ്, അദ്ദേഹത്തിനുള്ള വൈഭവം, അദ്ദേഹത്തിനുള്ള മിടുക്ക്, ഇതൊക്കെ യൂത്തിനെ ഇൻസ്പയർ ചെയ്യണം. അല്ലാത്തൊരു ലീഡറിന് ലീഡറായിട്ട് നിൽക്കാൻ പറ്റില്ല. യൂത്തിനെ ഇൻസ്പയർ ചെയ്യാൻ കഴിയണം. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള നേതാവ് തന്നെ. അതാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗുണം എന്താണ്? റാന്തലല്ല വേണ്ടത്, മൊബൈലാണ്. റാന്തലിൻ്റെ വെട്ടം നിങ്ങൾ അണയ്ക്കൂ, മൊബൈലിൻ്റെ വെട്ടത്തിൽ നിങ്ങൾ ജീവിക്കൂ എന്ന് യുവാക്കളോട് പറയാൻ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഫീല്, അത് ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് അറിയാം. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ യുവാക്കളെ ഇൻസ്പയർ ചെയ്യണം. ഏത് വിധത്തിലും യുവാക്കളെ ഇൻസ്പയർ ചെയ്യാത്ത അത് അടുത്ത തലമുറയെ ഇൻസ്പയർ ചെയ്യാത്ത ഒരാൾ നേതാവല്ല. ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എക്സാക്ട്ലി. അതെ, പ്രായം അതിലൊരു വിഷയമേ അല്ല. അവർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്. നെഹ്റു, ഇന്ദിരാഗാന്ധിയൊക്കെ അവരുടെ ലാസ്റ്റ് സ്റ്റേജിൽ വരെ അവർ യുവാക്കളെ ഇൻസ്പയർ ചെയ്യുന്നവരായിരുന്നു. ആ ഇൻസ്പിറേഷനാണ് അവരെ നിലനിർത്തിയത്. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോൾ ഈ അവസ്ഥയിലെത്തി കോൺഗ്രസ്സിന് ഇനി എന്താണ് ഒരു രക്ഷ? കോൺഗ്രസിൻ്റെ രക്ഷ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രോബ്ലം സോൾവ് ചെയ്താൽ കോൺഗ്രസിന് ഇനി രക്ഷയുണ്ട്. ബെസ്റ്റ് ലീഡർ മുന്നോട്ട് വരട്ടെ. അവരാരും എനിക്ക് തോന്നുന്നില്ല ഈ നെഹ്റു ഫാമിലിയെ തള്ളിക്കളയുമെന്ന്. ഇപ്പം
പിന്നെ നരേന്ദ്രമോദിക്ക് എതിരായിട്ട് ഒരു ടീമിനെ ഉണ്ടാക്കാൻ ഇന്നും പിന്നെ കോൺഗ്രസ്സിനകത്ത് കഴിഞ്ഞിട്ടില്ല. മിടുക്കന്മാരെ എല്ലാം കൊന്നൊതുക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വയം നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവരത് തിരിച്ചറിയുന്നില്ല. പിന്നെ കറക്റ്റ് സ്ലോഗൻ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ബീഹാറിലെ പരാജയത്തിന് ശേഷവും വോട്ട് ചോരിയും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് രക്ഷപ്പെടുന്നത്? ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ പേരും അത് ഉപേക്ഷിച്ചു, വോട്ട് ചോരി. അവർ പറയുന്നത് വേറെ സ്ലോഗൻ വേണം. അതാണ് മമത പറയുന്നത്, അതാണ് ലാലു പറയുന്നത്, മമതയെ കൊണ്ടുപോവാ. ഇവർക്കെങ്കിലും നരേന്ദ്രമോദിയും പാർട്ടിയും ചുമ്മാ അതാണെങ്കിലും വെല്ലുവിളിക്കാനെങ്കിലും അറിയാമല്ലോ. അപ്പോൾ ഇനി അടുത്തത് കോൺഗ്രസ് രാഹുൽ ഗാന്ധി മാറുകയാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പകരം ഇനി മമത ഉയർന്നു നിൽക്കുമോ ഇന്ത്യ മുന്നണിയിൽ? അല്ലേ, ഞാൻ പറയാം. മമത, പിന്നെ SP, പിന്നെ മൂന്നാമത് നിൽക്കുന്നത് നമ്മുടെ DMK സ്റ്റാലിൻ. ഈ 3 നേതാക്കളെ എടുത്താലും ഇവരും പാൻ ഇന്ത്യ ലീഡേഴ്സ് അല്ല. ഞാനതാ പറഞ്ഞത്, ഇന്ത്യ മുന്നണിയിൽ ഭാരതീയ നേതാവില്ല. മനസ്സിലായോ? ഭാരതത്തിൻ്റെ ആത്മാവ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ത്യ മുന്നണിയിലില്ല. ഇപ്പോൾ SP-യിലെ നമ്മൾ അഖിലേഷ് യാദവിനെ കൊണ്ട് 38 സീറ്റ് അവിടെ പിടിച്ചിട്ടുണ്ട്. അത് യാദവന്മാരും മറ്റേ മുസ്ലിമും ഒക്കെ പറഞ്ഞ് 38 സീറ്റ് ഒപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം 38 സീറ്റ് ലോക്സഭയിലുള്ളതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ നേതാവാകുന്നില്ല. മമതാ ബാനർജി അവിടെ റോഹിംഗ്യൻസിനെ പിടിച്ച് മുസ്ലിങ്ങളെ പിന്നെ ഇഷ്ടംപോലെ കള്ളവോട്ട് കയറ്റി ഒക്കെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിങ്ങളെ ഒത്തിരി പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റിയൊക്കെയാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ടാണ് SIR എതിർക്കുന്നത്. അങ്ങനെ ഒരു ശക്തമായ ആരോപണം നിലനിൽക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഒരു 10% അതിൽ നിന്ന് വെട്ടിക്കളഞ്ഞാൽ തീർന്നു. ഇപ്പം ഉള്ള ഇതിൽ നിന്നും അതാണ് ഇൻഫിൽട്രേറ്റേഴ്സിനെ യാതൊരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഇന്നും അമിത്ഷാ പറഞ്ഞല്ലോ. നുഴഞ്ഞ കയറ്റക്കാർക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ സ്ഥാനമില്ല, അത് ഉറപ്പാക്കിയിരിക്കുമെന്ന് ഇന്നും അമിത്ഷാ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്. കാരണം ഇവരൊക്കെ ഇത് വെച്ച് ആണ് പിടിച്ചു നിൽക്കുന്നത്. അങ്ങനെ പിടിച്ചു നിന്നാൽ പോരാ. ഇന്ത്യയിലെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഒക്കെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ബേസിൽ എല്ലായിടത്തും ഒരു അക്സെപ്റ്റൻസ് ഉള്ള ലീഡർ വേണം. അപ്പോൾ അത് മമതാ ബാനർജിക്ക് അതിന് കഴിയുന്നില്ല. SP-ക്ക് അത് മുലായം സിംഗിൻ്റെ പാർട്ടി അല്ലെങ്കിൽ അഖിലേഷിൻ്റെ പാർട്ടിക്ക് കഴിയുന്നില്ല. DMK-ക്ക് സ്റ്റാലിന് തമിഴല്ലാതെ ഹിന്ദിയും ഇംഗ്ലീഷും പോലും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വിട്ടു പോകാൻ പറ്റില്ല. ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? വാട്ട് വിൽ ബി, എന്തായിരിക്കും ഈ പ്രതിപക്ഷ ശക്തി എന്ന് നമ്മൾ ഇനി പറയാൻ പോകുന്നത്? എന്തിനായിരിക്കും? ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും അതോ മറ്റേതെങ്കിലും? ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് നെഹ്റു പിടിച്ചു നിന്നു? നെഹ്റുവിന് ദേശീയത മുഖ്യ ഘടകമായിരുന്നു. എന്തുകൊണ്ട് ഇന്ദിര പിടിച്ചു നിന്നു? ഇന്ദിരാഗാന്ധിക്ക് ദേശീയത ഒരു മുഖ്യ ഘടകമായിരുന്നു. പാകിസ്ഥാനെ എതിർക്കുന്നതിൽ അവർ വളരെ ശക്തമായി നിന്നിരുന്നു. കാരണം ഇന്ത്യയെ ശിഥിലമാക്കുന്ന ശക്തി പാകിസ്ഥാനാണെന്ന് ഇന്ദിരാഗാന്ധിക്ക് അറിയാമായിരുന്നു. നെഹ്റുവിന് അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ഇന്ത്യയുടെ ഒരു ദേശീയത, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിന്നിൽ നിന്നുള്ള അതിൻ്റെയൊക്കെ ഗാന്ധിയുടെ ഒരു ലെഗസി ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ ഇപ്പോൾ അതിന് കഴിയുന്നില്ല. ഇപ്പോൾ ഇവർ ചെയ്തിരിക്കുന്ന ഈ ഗാന്ധി ലെഗസി പേരിലാണ് വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫിറോസ് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഫിറോസ് ഗാന്ധി എന്നല്ല അദ്ദേഹത്തിൻ്റെ പേരെങ്കിലും അതിനെ ഗാന്ധിയാക്കി. അപ്പോൾ ഇന്ദിരാഗാന്ധിയായി. അത് കഴിഞ്ഞിട്ട് മകന് അത് തന്നെ കൊടുത്തു, രാജീവ് ഗാന്ധിയാക്കി, രാഹുൽ ഗാന്ധിയാക്കി, പ്രിയങ്ക വദ്രയാണ് എന്നാലും പ്രിയങ്ക ഗാന്ധിയാക്കി. എന്ന് വെച്ചാൽ ഗാന്ധി ലെഗസി കൊണ്ട് ദേശീയത പിടിക്കാമെന്നാണ്. അത് പറ്റില്ല. ഗാന്ധി ലെഗസി കൊണ്ട് പിടിക്കാം, പക്ഷേ ഗാന്ധി എന്ന പേര് വെച്ചിട്ട് ഇന്ത്യയുടെ പിന്നെ ദേശീയത ഉയർത്താൻ അവർക്ക് കഴിയില്ല. അതിൻ്റെ പ്രവൃത്തി ചെയ്യണം, അതിന് ബ്രെയിൻ വർക്ക് വേണം. ഇന്ത്യയുടെ മണ്ണിൻ്റെ മണം എന്ന് നമ്മൾ പറയില്ലേ, കവികളൊക്കെ പറയില്ലേ, മണ്ണിൻ്റെ മണമുള്ള കവിത എന്ന് പറയില്ലേ, അതുപോലെ മണ്ണിൻ്റെ മണമുള്ള രാഷ്ട്രീയ പ്രിൻസിപ്പിൾസ്, രാഷ്ട്രീയ ആശയങ്ങൾ, രാഷ്ട്രീയ സ്ലോഗൻസ് അത് വരുമ്പോഴാണ് ഇന്ത്യ മുന്നണി എന്നുള്ള പേര് തന്നെ ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബ്രിട്ടീഷുകാരിട്ട പേരാണ് ഇന്ത്യ എന്നുള്ളത്. അതുകൊണ്ടാണ് BJP പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയെ കൂടെ അവമാനിക്കാൻ ഇപ്പോൾ അവർ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ, ഏറ്റവും ശിഥിലമായ ഇന്ത്യയാണ് അവർ ഇപ്പോൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധേയമായ ഒരു കാര്യം പ്രശാന്ത് കിഷോർ പറഞ്ഞ കാര്യമാണ്. അതിനോട് അങ്ങ് യോജിക്കുന്നുണ്ടോ? അതായത് BJP ഇത്രയും ശക്തമായി വളരാൻ കാര്യം ദേശീയത ഒന്ന്, രണ്ട്, അവർ നടപ്പിലാക്കുന്ന പദ്ധതികൾ അത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു. അതെ, നേരിട്ടെത്തുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാരുകളുടെ സഹായമില്ലാതെ തന്നെ അവരുടെ സഹായം നേരിട്ടെത്തുന്നു. മൂന്ന്, അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് എല്ലാവരും തുറക്കാൻ പറഞ്ഞത്. എല്ലാവരിലേക്കും സഹായം എത്തുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കരുത്തനായ ഒരു നേതാവ്, നരേന്ദ്രമോദി അല്ലെങ്കിൽ അത്തരത്തിലൊരു നേതാവ്, ഒപ്പം
അദ്ദേഹത്തിന് ചുറ്റും കമാൻഡർമാരുണ്ട് ഓരോ സംസ്ഥാനത്തും. അവർക്ക് ഒരു ഐഡിയോളജി ഉണ്ട്. അതെ, അവർക്കൊരു മറ്റൊന്ന് ദേശീയതയിൽ മുറുക്കി പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത്. ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നത് തീവ്ര ദേശീയത എന്ന് പറയുന്നുണ്ടാകാം. പക്ഷേ ആ തീവ്രം വേണം. ഞാൻ അതിനോട് യോജിക്കുന്ന ആളാണ്. തീവ്രം അല്ലെങ്കിൽ മറ്റു പലതും വന്നതിനെ ഡൈല്യൂട്ട് ചെയ്ത് കളയും. ഈ പിന്നെ ഓൾ ഇൻക്ലൂസീവ് അല്ലെങ്കിൽ എന്താ പറയുന്നത് ബഹുസ്വരത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വിഡ്ഢിത്തരങ്ങൾ പറയുന്നവന്മാരുണ്ട്. ഈ ബഹുസ്വരത എന്ന് പറഞ്ഞാൽ എന്താണല്ലോ, ഈ പല അവിയൽ പലത് കൊണ്ടുവന്നിട്ട് അവിയലാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് നിൽക്കാൻ പറ്റില്ല. ബഹുസ്വരത വേണം. ബഹുസ്വരത എന്ന് പറയുന്നത് ഏകസ്വരതയിലായിരിക്കണം. ഇവർ ബഹുസ്വരം തന്നെ കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. കോൺഗ്രസ് അങ്ങനെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു നേതൃത്വത്തിലൊരു വലിയ മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കഴിവുള്ളവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. വിഭാഗതയെ ഇല്ലാതാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് അവർ പ്രോ പാകിസ്ഥാൻ ലൈൻ എന്ന് പറഞ്ഞ് എടുക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ചിലർക്ക് ഇക്കിളി ഉണ്ടാകണം. അല്ലാതെ പാകിസ്ഥാനോട് അവർക്കൊരു സ്നേഹമൊന്നുമില്ല. രാഹുൽ ഗാന്ധിക്ക് എന്തിനാണ് പാകിസ്ഥാനോട് സ്നേഹം വരുന്നത്? പക്ഷേ പാകിസ്ഥാനോട് സ്നേഹമുണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ ചില സ്ലോഗൻ അടിക്കുമ്പം ഇവിടെ ചിലർക്ക് രോമാഞ്ചം വരും. ആ രോമാഞ്ചം ഓട്ടാക്കി മാറ്റാന്ന് അത് കിട്ടില്ല. അതിലൊരു വിഭാഗത്തിനേ കിട്ടുള്ളൂ. തീവ്രവാദികളെ പോലെ പെരുമാറുന്ന ഒരു വിഭാഗമുണ്ട്, വളരെ ചെറിയൊരു വിഭാഗം. പിന്നെ അവരെ വേറെ ചില കാരണങ്ങൾ പറഞ്ഞു. നരേന്ദ്രമോദി മറ്റേ വർഗീയവാദിയാണ്, മറ്റേ ഇതാണ്, അവിടെ ട്രെയിനിൽ തീയിട്ടു, മുസ്ലിങ്ങളെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് ചിലരെ കുറെ ഇതിനകത്ത് പിടിച്ചു നിർത്താം. അങ്ങനെ എല്ലാവരെയും കിട്ടില്ല. അത് എല്ലാ കാലവും കിട്ടില്ല. അതൊക്കെ ഗോദ്രയൊക്കെ എന്നെ മറന്നു കഴിഞ്ഞ ആളിൽ. ഇപ്പോൾ പുതിയ സംഭവങ്ങൾ വന്നു. ആളുകൾക്ക് ഗ്യാസ്, വൈദ്യുതി, വീട്, പിന്നെ കിസാന് സൗകര്യം, ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ പിന്നെ അതെല്ലാം അങ്ങ് പോവും. പിന്നെ അത് ആ മുഖ്യധാരയിലേക്ക് അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് BJP-ക്കാർ. അപ്പോൾ അവിടെ ഇട്ട് പിന്നെ നമ്മൾ വർഗീയത മാത്രം പറഞ്ഞാൽ കേൾക്കില്ല. ഓക്കെ. ഇത് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ശൈലി ഇതാണ്. ഇന്ത്യ എന്തുകൊണ്ടാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് ഗാന്ധി വന്നത്? ഒരുപാട് പേര് എതിർത്താണ് ഈ ഖിലാഫത്തൊന്നും നമ്മൾ തുടരുതെന്ന് പറഞ്ഞു. ഗാന്ധി വന്ന അല്ലാതെ രക്ഷയില്ല. മുസ്ലിം ഇങ്ങനെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതേ മാർഗ്ഗമുള്ളൂ. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര കാലത്ത് പോലും ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നത്. ഓക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ NDA സഖ്യം വളരെ ശക്തമായി പോവുകയാണ്. നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാദേശിക പാർട്ടികളെ NDA വളരെ റെസ്പെക്റ്റോടുകൂടി അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് ഹാൻഡിൽ ചെയ്യുന്നു. അച്ചടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു, മുന്നോട്ട് പോകുന്നു. ദേശീയത മുൻനിർത്തി മുന്നോട്ട് പോകുന്നു. ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ പോകുന്ന പദ്ധതികൾ അവരിലേക്ക് നേരിട്ടെത്തിക്കുന്നു. അതെ, ഇത്തരത്തിലുള്ള കുറേയേറെ കാര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് നോക്കുമ്പോൾ ആകെ ആശയക്കുഴപ്പം, ആശങ്ക, തമ്മിലടിക്കുന്നു, ശിഥിലമായിക്കൊണ്ടും ഇരിക്കുകയാണ്. അത് ഇതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒരു യോഗം നടക്കുന്നു. അവിടെ ചിരിച്ച് കളിച്ച് ഇങ്ങനെ രാഹുൽ ഗാന്ധി വരുമ്പം ആൾക്കാർക്ക് എണീക്കാൻ പോലും തോന്നുന്നില്ല. അതേസമയം ഇന്ദിരാഗാന്ധി വരുമ്പോൾ എല്ലാവരും എണീറ്റ് അറ്റൻഷനായിട്ട് നിൽക്കും. നരേന്ദ്രമോദി വരുമ്പം പിന്നെ നമ്മുടെ ജോൺ ബിട്ടാസ് വരെ പറഞ്ഞു, നരേന്ദ്രമോദി വരുമ്പം ഏതാണ്ട് പാർലമെൻറ്റ് മൊത്തം ഇങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ എണീക്കുകയാണെന്ന്. അതിൻ്റെ കാരണം എന്താണ്? ചാരിസ്മ. ചെയ്ത പ്രവർത്തികൾ അത്രയ്ക്ക് വലുതാണ്. ഓരോ വ്യക്തിക്കും ബഹുമാനം തനിയെ തോന്നി സീറ്റിൽ നിന്ന് പൊങ്ങുന്നതാണ്, അല്ലാതെ കുത്തിപ്പൊക്കുന്നതല്ല. നിലവിലെ സാഹചര്യത്തിൽ ആ കരിഷ്മയെ മറികടക്കാൻ പോകുന്ന മറ്റൊരു നേതാവ് എതിർപക്ഷത്തില്ല, ഒരിടത്തുമില്ല. ഇന്ത്യയിൽ ഒരിടത്തുമില്ല, ഇന്ത്യ മുന്നണിയിലില്ല. അതില്ലാത്തടത്തോളം അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭാരതീയനായ ഒരു പിന്നെ നേതാവ്. രണ്ടാമത്, ഭാരതീയ ജനതയുടെ വോട്ട് പിടിക്കാൻ കഴിവുള്ളൊരു നേതാവ്. വോട്ട് പിടിക്കാൻ കഴിവില്ലെങ്കിൽ അവരെ ഒരു മുന്നണി അംഗീകരിക്കില്ല. ഇപ്പോൾ LDF-ൽ എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ പിന്നെ ലീഡറാക്കി വെച്ചിരിക്കുന്നത്? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി. അതേസമയം അത് CPIക്ക് ആയി നോക്കട്ടെ, CPIയുടെ വിധം മാറും. ഇപ്പം തന്നെ രണ്ടാമനായിട്ട് തന്നെ ചൊറിയാൻ നിൽക്കുന്നല്ലേ. ഒന്നാമനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് CPIക്കാണെന്ന് നോക്കട്ടെ. CPIക്കാണെങ്കിൽ ഇറങ്ങി നിൽക്കാൻ പറയും. നിങ്ങൾക്ക് 50 സീറ്റേ തരുള്ളൂ, ബാക്കി 100 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും, പിന്നെ 90 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും എന്ന് പറയും അല്ലേ. എന്തുകൊണ്ടാണ് സ്റ്റാലിൻ അവിടെ നേതാവായിരിക്കുന്നത്? ഘടകകക്ഷിയുടെ എല്ലാത്തിനെയും 2-3 സീറ്റ് കൊടുത്തുണ്ട്. CPM-ന് വരെ 2 സീറ്റേ കൊടുത്തുള്ളൂ പാർലമെൻറ്റിലേക്ക് അല്ലേ. അതെന്തുകൊണ്ടാണ്? 3 സീറ്റ്. അതെന്തുകൊണ്ടാണ് വരുന്നത്? അവർക്ക് അതിനുള്ള കമാൻഡിങ് പവറുണ്ട്. കാരണം വോട്ട് മുഴുവൻ ഞാനാണ് പിടിക്കുന്നത്, എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നിൽക്കുന്നത് ഞാനാണ്, DMK. ഇതുപോലെ ഇന്ത്യ മുന്നണിയിൽ
ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പോയി വോട്ട് പിടിച്ചു കൊണ്ടുവരാനുള്ള കഴിവ്, അത് പ്രതീക്ഷിച്ചാണ് ഇവർ ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം ഇദ്ദേഹത്തിന് കൊടുത്തത്, രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. എനിക്ക് തോന്നുന്നു അതിനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലാതെ ഇനിയിപ്പോൾ ആ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ അദ്ദേഹത്തിന് മനസ്സുണ്ടാവില്ല. കാരണം ഇപ്പോൾ ഉള്ളത് കൂടി ഇല്ലാതായി പോകും. ഇപ്പോൾ ആകെ കൂടെ കിട്ടുന്ന വോട്ടുകൾ അതും കൂടെ പോയാൽ വലിയ ദയനീയ അവസ്ഥയിലേക്ക് പോകും. അവസ്ഥയിലെത്തും. ഒരു വേള ഇപ്പോഴത്തെ ഈ തകർച്ച അതിനെ അതിജീവിക്കാൻ വേണ്ടി രാഹുലിനെ മാറ്റണം എന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ഇനി അഭിപ്രായം ഉയർന്നേക്കും അല്ലേ? അഭിപ്രായം ഉയർന്നാലും അതിനകത്ത് അങ്ങനെയുള്ളൊരു നേതാവ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു, അതാ പ്രശ്നം. അല്ലെങ്കിൽ ഇപ്പോൾ അത് നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇവരൊക്കെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവ് ഇപ്പോൾ ഉള്ളത് ആരാ? ശശി തരൂരാണെന്നുള്ളതാണ് കഷ്ടം. മനസ്സിലായില്ലേ? ഇപ്പോൾ പാൻ ഇന്ത്യ പോലും ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ 10 പേര് കണ്ടാൽ ചിരിക്കുകയും ഹായ് പറയുകയും ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ശേഷം പിന്നെ ഉള്ളത് ശശി തരൂരേ ഉള്ളൂ. മല്ലികാർജുന ഖാർഗെ ഇങ്ങനെ ചെന്നാൽ ആര് മൈൻഡ് ചെയ്യും? എവിടെ കർണാടകയിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, സ്വന്തം സ്ഥലത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അതാണ് പ്രശ്നം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അവിടെ നിന്ന് കുറേ പേരൊക്കെ ഇനി പലായനം BJP-യിലേക്കോ മറ്റു പാർട്ടിയിലേക്കോ ഉണ്ടായിരിക്കുമോ? അതിനാണ് നരേന്ദ്രമോദി പറഞ്ഞത് കോൺഗ്രസ് ഭിന്നിക്കാൻ പോവുകയാണ്, വിഭജിക്കാൻ പോവുകയാണ്. ഓക്കെ, ഡിവൈഡ് ചെയ്യപ്പെടും. അതിൻ്റെ കാലം ആയിരിക്കുന്നു. കാരണം ഏത് ഒരു സാധനമാണോ അതിന് നിലനിൽപ്പില്ലാതെ വന്നാൽ അത് വിഘടിച്ചു പോകും. ഓക്കെ, അതിന് നിലനിൽക്കാൻ പറ്റില്ല. ഒന്നിച്ച് നിൽക്കണമെങ്കിൽ അതിനൊരു കേന്ദ്ര ബിന്ദു വേണം, ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. ആ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടെങ്കിലേ വസ്തുവായാലും പാർട്ടി ആയാലും വീടായാലും ഒക്കെ നിൽക്കുള്ളൂ. വീട്ടിലൊരു നാഥൻ വേണം, നാഥനില്ലെങ്കിൽ പോയില്ലേ. ചില സ്ഥലത്ത് നിർണായകമായി നിൽക്കുന്ന ചേട്ടനോ അച്ഛനോ ആരെങ്കിലും മരിച്ചു കഴിയുമ്പം ആ വീട് ചിലപ്പോൾ ശിഥിലമായി പോകും. വീട്ടിലെ അംഗങ്ങൾ 4 വഴിക്ക് പോയി അടി കൂടി ഛന്നഭിന്നമാവും അല്ലേ? അതേ ഒരു അവസ്ഥയിൽ ഇപ്പോൾ കോൺഗ്രസ് എത്തിയിരിക്കുന്നു, ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നു. ഓക്കെ, അവർ വളരെയധികം ബാക്കിലോട്ട് പോയി ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. യെസ്, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി NDA-യെ BJP-യെ വളരെ കരുത്തോടുകൂടി മുന്നിൽ നിന്ന് നയിക്കുന്നു. മറുവശത്തേക്ക് നോക്കുമ്പോൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കൂട്ടമായി ഇന്ത്യ മുന്നണി മാറിക്കൊണ്ടിരിക്കുന്നു. ആര് നയിക്കും അവരെ എന്ന ചോദ്യത്തിന് ഉത്തരം കൃത്യമായി ലഭിക്കുന്നുമില്ല. രാഹുൽ ഗാന്ധി ആകട്ടെ എവിടെയും ഒരു ശക്തമായ പ്രഭാവം ചെലുത്താൻ സാധിക്കാത്ത ഒരു നേതാവായി അധപതിച്ചുകൊണ്ടും ഇരിക്കുന്നു. കോൺഗ്രസ് പാർട്ടിയെയും അത് വല്ലാണ്ടങ്ങ് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ കരുത്തുറ്റ നേതൃനിര ഉയർന്നു വരുന്നില്ല എന്നുള്ളത് ഏറെക്കാലമായുള്ള ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിന് എന്ന് മാറ്റം വരുന്നോ അന്ന് മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല. കോൺഗ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ പിളരാൻ പോവുകയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നതിന് അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.